നമസ്കാരം. പ്രധാനമന്ത്രിക്കെതിരെ RSS തലവൻ ശക്തമായി രംഗത്തെത്തുന്നു. ഇതാണ് പുതിയ വാർത്ത. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഒരു പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞിരുന്നതും, അതോടൊപ്പം ഒരു മാധ്യമപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതും താൻ ദൈവമാണ് എന്നാണ്. തൻ്റെ ജന്മം ജൈവികമല്ല, ദൈവികമാണ് എന്നാണ് പറഞ്ഞത്. തൻ്റെ അമ്മ ജീവിച്ചിരിക്കും വരെ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ജനിച്ച സമയം കുറച്ചു കാലത്തിന് ശേഷം വരെ മാത്രമാണ് താനൊരു മനുഷ്യനാണ്, ഒരു സാധാരണക്കാരനാണ്, സാധാരണക്കാരൻ്റെ ജന്മമാണ് തൻ്റേത് എന്ന് താൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. അമ്മയുടെ മരണശേഷം മനസ്സിലായി താൻ അങ്ങനെ ഒരു ജൈവികമായ ഒരു ജീവിതമല്ല തൻ്റേതെന്നും, കഴിവുകൾ ജൈവികമല്ല എന്നും, പകരം തൻ്റെ ജനനം ഒരു പ്രത്യേക തരത്തിലുള്ളതാണെന്നും, ദൈവികമായ ജനനമായിരുന്നു അതെന്നും, തനിക്ക് ഈ കണ്ട പ്രവൃത്തികളൊക്കെ നടത്തുന്നതിന് വേണ്ട ഊർജവും പ്രചോദനവും നൽകുന്നത് ഈ പറയുന്ന ദൈവികത കൊണ്ട് മാത്രമാണെന്നും, ദൈവം നേരിട്ടാണ് തന്നെ ഈ രീതിയിൽ ഈ പ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ മനോഹരമായ ഭാഷയിൽ ഇവിടുത്തെ സംഘപ്രവർത്തകർക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ BJP പ്രവർത്തകർക്ക് ഒരു ഊർജം പകരുന്ന തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വീണ്ടും കുറച്ചുകൂടി ഉയരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്കായി ഇവിടുത്തെ BJPക്കാർ മിക്കവാറും ക്ഷേത്രങ്ങൾ പണിയുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, അത്തരത്തിലുള്ള ചില ബോധമില്ലാത്തവരെ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാൻ RSSൻ്റെ തലവൻ മോഹൻ ഭാഗവത് BJPക്കിട്ടും അതോടൊപ്പം നരേന്ദ്രമോദിക്കിട്ടും ശക്തമായ ഭാഷയിൽ അടിച്ചത്. ആരും സ്വയം ദൈവമാണ് എന്ന് കരുതരുത് എന്നാണ് ആദ്യം മോഹൻ ഭാഗവത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സ്ഥലം എവിടെയെന്നറിയുമോ? മണിപ്പൂരിലാണ് അദ്ദേഹം പറഞ്ഞത്. മണിപ്പൂരിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും അവരുടെ പഠനത്തിനും അവരുടെ ജീവിത ഉന്നമനത്തിനുമൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ഒരു ക്ലാസ്സിലാണ് അദ്ദേഹം പറഞ്ഞത്. ശങ്കർ ദിനകരൻ്റെ 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ആ വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. ഒരാൾ ദൈവമാകുന്നത് എപ്പോഴാണ്? നമ്മൾ സ്വയം ദൈവമാണ് എന്ന് പറയുന്നിടത്തല്ല. തൻ്റെ പ്രവൃത്തികളിലൂടെ, നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ, താൻ മറ്റുള്ളവർക്കായി ചെയ്യുന്ന ജോലികളിലൂടെ മറ്റുള്ളവരാണ് നമ്മളുടെ ഉള്ളിൽ ദൈവമുണ്ടെന്നും നമ്മൾ ദൈവമാണെന്നും പറയേണ്ടത്. അല്ലാതെ തൻ്റെ ജീവിതം ജൈവികമല്ല, തൻ്റെ ജന്മം ജൈവികമല്ല, മറിച്ച് ദൈവികമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന പ്രധാനമന്ത്രിയെ തന്നെ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ വാക്കുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാം, ഇവർ തമ്മിലുള്ള, അതായത് BJPയും RSSും തമ്മിലുള്ള സംഘട്ടനം എന്ന് തന്നെ പറയേണ്ടി വരും. ആ സംഘട്ടനം രൂക്ഷമാകുന്നതിൻ്റെ, ശക്തമാകുന്നതിൻ്റെ സൂചനകളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം, നരേന്ദ്രമോദി എന്ന് പറയുന്നത് പലപ്പോഴും ഞങ്ങളുടെ സംഘപുത്രനാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അത്തരം ആശയങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടാത്ത ഒരു വിഭാഗം ആൾക്കാർ അതിനെയൊക്കെ വെട്ടിമാറ്റി പറയുന്നുണ്ട്. ഇവിടെ സംഘപുത്രൻ എന്നുള്ള നിലയിലല്ല, ഇതൊരു വർഗീയതയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പരത്തുകയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്, അല്ല അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ മോഹൻ ഭാഗവതിൻ്റെ വാക്കുകൾ. ഒരിക്കലും ജനസേവകൻ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കരുത്. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഞാൻ ദൈവമാണെന്നും കരുതി ഒരിക്കലും ആക്ഷേപിക്കരുത്, അല്ലെങ്കിൽ സ്വയം അങ്ങനെ ഒരു ഉയരത്തിലേക്ക് സ്വയം എത്താൻ ശ്രമിക്കരുത്. അത് ജനങ്ങൾ തരേണ്ട ഒരു പദവിയാണ് ദൈവമാണ് എന്നുള്ളത്. ഒരു നിസ്വാർത്ഥമായ സേവനം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവർ നമുക്ക് തനിയെ ആ ഒരു സ്ഥാനം നൽകും എന്നൊക്കെ മോഹൻ ഭാഗവത് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദിയുമായി ഇപ്പോൾ അത്ര നല്ല ഒരു ബന്ധത്തിലല്ല മോഹൻ ഭാഗവത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS എന്നുള്ളതാണ്. കാര്യം മറ്റൊന്നുമല്ല, RSSൻ്റെ തീവ്ര ഹിന്ദു നിലപാടുകളിൽ നിന്ന് എപ്പോഴൊക്കെയോ BJP വ്യതിചലിച്ചു പോയി. കാര്യം, പിടിച്ചു നിൽക്കണ്ടേ? ഇനി ഒരു 5 കൊല്ലം കൂടെ പിടിച്ചു നിൽക്കണ്ടേ? പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കട്ടയ്ക്ക് നിൽക്കുന്ന സംഘപരിവാർ ആശയങ്ങളെ പിന്തുടർന്നിട്ട് കാര്യമില്ല എന്ന പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗം. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നരേന്ദ്രമോദി അല്പസ്വല്പം ഈ പറയുന്ന ഒരു തീവ്ര ഹിന്ദു നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചു പോയത്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് RSSന് നരേന്ദ്രമോദിയോട് ഇത്രത്തോളം വൈരാഗ്യവും ദേഷ്യവും ഒക്കെ തോന്നുന്നതിന് കാരണം. ഈ പറയുന്ന നരേന്ദ്രമോദിയോട് മാത്രമല്ല, അമിത്ഷായോടും അത്തരത്തിലുള്ള തോന്നലുകളുണ്ട്. കാര്യം, ഇരിക്കുന്ന TDP മുതലുള്ള പാർട്ടികളാണല്ലോ ആ കൂട്ടത്തിൽ. അപ്പോൾ അവരെയൊക്കെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ടത് ഇപ്പോൾ BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ആവശ്യമാണ്. തനിക്കും ഇനിയും വരുന്ന ഒരു 5 വർഷക്കാലം രാജ്യത്തിൻ്റെ തലവനായി, ദൈവമായി, അല്ലേ, നേരത്തെ പറഞ്ഞത് ഞാൻ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞു. അന്ന് കോൺഗ്രസ്സുകാർ പുതിയൊരു മുദ്രാവാക്യം ഇറക്കി, കാവൽക്കാരൻ കള്ളനാണ് എന്ന്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും അദ്ദേഹം പറയുന്നത് ഓരോ തരത്തിലാണ് എന്നുള്ളതാണ്.
അന്ന് ഈ പറയുന്ന പോലെ ഞാൻ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പറയുന്നു ഞാൻ ദൈവമാണ് എന്ന് പറയുന്നു. ഇനി നാളെ എന്ത് പറയൂ എന്നുള്ള കാര്യം ഒരു പിടിയില്ല. നാളെ ഇനി വേറെ എന്തെങ്കിലും ആണ് ഞാൻ എന്നൊക്കെ ആയിരിക്കും നരേന്ദ്രമോദി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാൻ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ പറയുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണിപ്പൂരിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. മോഹൻ ഭാഗവത് അദ്ദേഹം മണിപ്പൂരിൽ നിന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശകലനം ചെയ്തു. മണിപ്പൂർ നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തോളമായി മണിപ്പൂരിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതുവരെ അടങ്ങിയിട്ടില്ല. അവരെ ഒന്ന് അഭിസംബോധന ചെയ്യുവാൻ, അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ, അവിടെ ഒരു സന്ദർശനം നടത്തുവാൻ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും, പ്രധാനമന്ത്രിക്ക് ഇതാണോ പണി? പ്രധാനമന്ത്രിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എവിടെയെല്ലാം നാടുകളിൽ പോകാനുണ്ട്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നുമായിരിക്കും, നരേന്ദ്രമോദി ഇപ്പോൾ മണിപ്പൂർ വരെ പോകേണ്ട ആവശ്യമുണ്ടോ? അവിടുത്തെ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ പോരെ? അവിടെ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിത്തല്ലിക്കുകയും അവിടെ പള്ളികൾ കത്തിക്കുകയും സ്ത്രീകളെ പീഡനത്തിനിരയാക്കുകയും ഗർഭവതിയായ സ്ത്രീകളെ പോലും കൊലപ്പെടുത്തുന്ന, ചുട്ടുകൊല്ലുന്ന, നഗ്നരായി നടത്തുന്ന ഒരു വൃത്തികെട്ട ഒരു റയറ്റ് അല്ലെങ്കിൽ ഒരു കലാപം അവിടെ അരങ്ങേറിയ സമയത്ത് എന്തുകൊണ്ട് അതിന് തടയിടാനൊരു ശ്രമം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നത് വലിയ ചോദ്യം തന്നെയാണ് അവിടെ. അതുകൊണ്ട് മോഹൻ ഭാഗവത് അതിനെക്കുറിച്ച് സൂചിപ്പിക്കൊണ്ട് ഇതുവരെ സമാധാനം അവിടെ എത്തിയിട്ടില്ല. പലരും ആ ദുരന്തത്തിൽ ഭയന്നാണ് ജീവിക്കുന്നത്. ഇനിയും ഒരു കലാപം അവിടെ ഉണ്ടായേക്കാം, അതിനെയൊക്കെ ഭയന്നുകൊണ്ട് കുറേയധികം ആൾക്കാർ ജീവിക്കുന്നു. അവിടെ സമാധാനം എന്നുള്ളത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മോഹൻ ഭാഗവത് പറയുന്നത്. അതുകൊണ്ട് അവിടെയുള്ള കലാപക്കാരുമായി അല്ലെങ്കിൽ കലാപം നടത്തിയവരുമായി RSS നേതൃത്വം സംസാരിക്കുമെന്നും അവരുമായി ചർച്ച നടത്തുമെന്നും അതിലൂടെ ഉണ്ടാകുന്ന ഒരു ആശയങ്ങളിലൂടെ, മാർഗനിർദ്ദേശങ്ങളിലൂടെ അവിടെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കും എന്നും കൂടി പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി ഏറ്റെടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളുമായി ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ ഒരു വർഗീയ പ്രീണന നയത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലൂടെ താനാണ് ഇവിടെയെല്ലാം ചെയ്തു കൂട്ടുന്നത്, പ്രധാനമന്ത്രിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻ ഭാഗവത് ഒട്ടും രസത്തിലല്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുമായി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി, അല്ലെങ്കിൽ BJP നേതൃത്വവുമായി പോലും തനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നും അവരുമായൊക്കെ താൻ വലിയ കടുത്ത ശത്രുതയിലാണ് എന്നുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.